നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയിൽ കുറ്റിപ്പുറം KTDC റെസ്റ്റോറന്റിന് എതിർവശത്ത് സംസ്ഥാന പാതയിലെ കുറ്റിച്ചെടികൾക്കിടയിൽ വളർന്ന കഞ്ചാവ് ചെടി എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി നശിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് പാതയോരത്തെ കുറ്റിച്ചെടികൾക്ക് ഇടയിൽ വളർന്ന കഞ്ചാവ് ചെടി പൊന്നാനി റേഞ്ച് കുറ്റിപ്പാല എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. 1.5 അടിയോളം വലിപ്പമുള്ള ചെടിയാണ് കണ്ടെത്തിയത്. തുടർ നടപടികൾക്കായി ചെടി എക്സൈസ് ഉദ്യോഗസ്ഥർ പറിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം നശിപ്പിക്കും. പരിശോധനയ്ക്ക് പൊന്നാനി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ G. സന്തോഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ VP പ്രമോദ്, S. കണ്ണൻ, S. ശ്രീജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ TK ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു. കഞ്ചാവ് ചെടികൾ പ്രദേശത്ത് കണ്ടെത്തിയാൽ എക്സൈസ് പോലീസ് വകുപ്പുകളെ അറിയിക്കണമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൊന്നാനി റേഞ്ച് ഇൻസ്പെക്ടറാണ്. ഞങ്ങളിങ്ങനെ ഈ വാഹന പട്രോളിങ്ങായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഈ മിനി പമ്പയുടെ അടുത്ത് റോഡിനോട് ചേർന്ന് ഒരു കുറ്റി ചെടികൾക്കിടയിലാണ് ഈ ഒരു കഞ്ചാവ് ചെടി കാണുകയും അത് സംശയാസ്പദമായി നോക്കിയപ്പോൾ അത് കഞ്ചാവ് ചെടിയാണെന്ന് നമുക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേസെടുക്കാൻ വേണ്ടി പിഴുതെടുത്ത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിന് വേണ്ടി എടുത്ത് അതിൻ്റെ പ്രോസസ്സിലാണിപ്പോൾ നമ്മൾ ചെയ്തത്. ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരം ചെടികളുണ്ടെങ്കിൽ എക്സൈസിനെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അഭ്യർത്ഥന നടത്തുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്നുകൾക്ക് അടിമയായി ഒരുപാട് യാതനകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. നമ്മൾ അവയർനെസ് നടത്തുകയും പിന്നെ തുടർന്ന് ഇത്തരം വെള്ളിയങ്കല്ല് കുടിവെള്ള സംഭരണിയുടെ ഷട്ടറുകൾക്ക് സമീപം അഴുകിയ നിലയിൽ മറ്റൊരു പോത്തിന്റെ ജഡം കൂടി കണ്ടെത്തി. കഴിഞ്ഞ ദിവസം സംഭരണിയുടെ VK കടവ് ഭാഗത്തും പോത്തിന്റെ ജഡം കരക്കടിഞ്ഞിരുന്നു. 7ഓളം പോത്തുകൾ ചത്തുചീർണിച്ച നിലയിൽ കുടിവെള്ള സംഭരണിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒഴുകി നടക്കുന്നതായി നാട്ടുകാരും മീൻപിടുത്തക്കാരും പറയുന്നു. ഇതോടെ കടുത്ത ആരോഗ്യ ഭീഷണിയുടെ ഭീതിയിലാണ് നാട്ടുകാർ. കന്നുകാലികളുടെ ജഡങ്ങൾ വ്യാപകമായി കണ്ടെത്തിയതിനെ തുടർന്ന് തടയണയിൽ നിന്നുള്ള കുടിവെള്ള പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മന്ത്രിയുടെ ഓഫീസും കഴിഞ്ഞ ദിവസം വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അടിയന്തരമായി വെള്ളം പരിശോധിക്കാനും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി MB രാജേഷിന്റെ ഓഫീസ് ഷൊർണൂർ വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥലത്ത് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, തൃത്താല SI രാമകൃഷ്ണൻ എന്നിവരുൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി. തുടർന്ന് കന്നുകാലിയുടെ ജഡം തോണിയിൽ കെട്ടിവലിച്ച് പുഴയുടെ മറുകരയിൽ എത്തിച്ച ശേഷം സംസ്കരിച്ചു. ഞാൻ ബന്ധപ്പെട്ട വെള്ളിയങ്കല്ല് AE വിളിച്ചു പറഞ്ഞു, ഷട്ടർ ഉറപ്പിച്ച് അടിയന്തരമായിട്ട് ഒഴുക്കിവിടണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ ഇടപെട്ട് ആ വിഷയം ഇപ്പോൾ അത് ഇവിടുന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ബോഡി ഇതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ഉള്ളത് അപ്പുറത്ത് പരിധു പഞ്ചായത്തിൻ്റെ 3 തെങ്ങ് കുടിവെള്ള പദ്ധതി, ആ പദ്ധതിയുടെ അവിടെ മറവ് ചെയ്യുന്നതാണ് പറയുന്നത്. എന്തായാലും ആധികാരികമായിട്ട് ഇതൊരു സംവിധാനം ശരിയല്ല, കാരണം അതും ഒരു കുടിവെള്ള പദ്ധതിയാണ്. അപ്പോൾ അടിയന്തരമായി പോസ്റ്റ്മോർട്ടം നടത്തി ഈ ബോഡി എവിടെയെങ്കിലും മാറ്റി മറവ് ചെയ്യണം എന്നാണ് എനിക്കിത് പറയാനുള്ളത്. CCTV ന്യൂസ് തൃത്താല. 3 ദിവസങ്ങൾക്ക് മുമ്പ് ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് പുഴയിൽ നിന്നും ആശുപത്രിയിലെത്തിച്ച ഗൃഹനാഥൻ ചികിത്സയിലിരിക്കെ മരിച്ചു. പള്ളം കൊറ്റമ്പത്തൂർ ഏഴിക്കര ഇല്ലം സുബ്രഹ്മണ്യൻ മൂസത്ത് മകൻ ഷൺമുഖനാണ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 68 വയസ്സായിരുന്നു. വയറിൽ വിഷാംശം കണ്ടെത്തിയതായി ഡോക്ടർമാർ പറഞ്ഞു. തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ജയശ്രീ ഭാര്യയാണ്. കണ്ണൻ, ബിബിൻ എന്നിവർ മക്കളാണ്. പട്ടാമ്പി മരുതൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം. 38 പവനോളം സ്വർണ്ണാഭരണവും 16,000 രൂപയും മോഷണം പോയി. അയൽവാസി സൂക്ഷിക്കാൻ നൽകിയതടക്കമുള്ള സ്വർണമാണ് കവർന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി മരുതൂർ പുലാശ്ശേരിക്കര റോഡിലെ തൂമ്പിൽ അബൂബക്കറിന്റെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. വീട് കുത്തി തുറന്ന് 38 പവൻ സ്വർണ്ണാഭരണവും 16,000 രൂപയുമാണ് മോഷണം പോയിരിക്കുന്നത്. വീട്ടുകാർ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് തൃശൂരിലേക്ക് പോയതായിരുന്നു. തുടർന്ന് രാത്രി വൈകിയതിനാൽ വീട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. നടുവട്ടത്തുള്ള ബന്ധുവീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. രാവിലെ വീട്ടിലെ ജോലിക്കാരി വന്ന് നോക്കുമ്പോഴാണ് വീട് തുറന്നു കിടക്കുന്ന വിവരം പറഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 38 പവനോളം സ്വർണ്ണാഭരണം മോഷണം പോയത്. അബൂബക്കറിന്റെ അയൽവാസിയുടെ കൂടി സ്വർണം ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. അബൂബക്കറിന്റെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂർ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ്. ഡോഗ് സ്ക്വാഡും വിരലാട വിദഗ്ധരുമെല്ലാം ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും
പട്ടാമ്പി സിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് ഇതിനായി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഡിവൈഎസ്പി ഹരിദാസൻ വ്യക്തമാക്കി. ഓൾറെഡി നമ്മളെ മറ്റേ നൈറ്റ് പെട്രോളിംഗ് അലർട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ജനങ്ങളോട് ഒന്ന് അലർട്ടാക്കുന്ന നിർബന്ധമായിട്ടുണ്ട്. അടുത്തിട്ട് പോകുന്ന ആൾക്കാർ പോലീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയാറുണ്ട്. പക്ഷെ പലരും അത് പറയുന്നില്ല എന്നുള്ളതാണ്. എന്നാലും നമുക്ക് നൈറ്റ് പെട്രോൾ നമുക്ക് ആ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ജനങ്ങളെ ഈ വർഷകാലാവുന്നതോടുകൂടി ഒന്നുകൂടെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ തന്നെ നമ്മൾ ചുമതലയോടെ ഇന്നലെ ഒരു അനിയത്തിൽ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എടപ്പാൾ പോയി തിരിച്ചു വരാമെന്നുള്ളത് പോയതാണ്. താല്പര്യത്തിൽ ഇന്നലെ തിരിച്ചു വരാൻ പറ്റിയില്ല. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പോയതാണ്. അപ്പോൾ ഒരു തൊട്ട അയൽവാസിയുടെ സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നു, സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു. വരാത്ത കാര്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഈ കാലത്ത് അവർ വീട്ടിലൊരു ചെറിയ സർവൻ്റ് വന്നപ്പോഴാണ് ഫ്രണ്ട് ഭാഗത്തിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യത്തെ തുടർന്ന് വാഴക്കോട് അകമല ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നവരുടെ സംഘടനയായ SB റെസിഡൻസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. വനപ്രദേശമായതിനാൽ നിരവധി സാമൂഹ്യ വിരുദ്ധരാണ് ദിനംപ്രതി ഇവിടെ എത്തി ശല്യം സൃഷ്ടിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് CCTV ക്യാമറ സംവിധാനം ഏർപ്പെടുത്തിയത്. കുന്നംകുളം ACP മുഹമ്മദ് ബഷീർ P ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ PR മിഥുൻലാൽ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡംഗം ഹാദിയ അമീർ, അഡ്വക്കേറ്റ് മഹീശൻ, വിജീഷ് അള്ളന്നൂർ, സെക്രട്ടറി പ്രഭിത പ്രകാശ്, PK രവി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമറ ഓപ്പറേറ്റർ ശ്രീജേഷ് ക്യാമറയുടെ പ്രവർത്തനത്തെപ്പറ്റി ക്ലാസ് എടുത്തു. SB റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് AC ദേവരാജൻ മാസ്റ്റർ സ്വാഗതവും നസീർ ഹസൻ നന്ദിയും പറഞ്ഞു. CCTV ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ തന്നെ പല വിഷയങ്ങളും അവിടത്തേക്ക് ഒരു അന്യനായിട്ടുള്ള ഒരാൾ കയറി വരുന്നത് തന്നെ വിഷമിച്ചുകൊണ്ടായിരിക്കും, പേടിച്ചുകൊണ്ടായിരിക്കുന്നതാണ്. അതാരെയും നമ്മളാരെങ്കിലും പോലീസ് സംവിധാനത്തെയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ മറ്റോ പേടിച്ചിട്ടില്ല. കാരണം നമ്മളിരിക്കുന്ന അവർ എവിടെ വന്നു കഴിഞ്ഞാലും അവർ സർവൈലൻസിലാണ്, അവർ നിരീക്ഷിക്കപ്പെടുകയാണ്. അവരുടെ ഫോട്ടോ മാത്രമല്ല, അവരുടെ പെരുമാറ്റം, അവരുടെ നടപ്പ്, അവരുടെ എടുപ്പും ഒക്കെ തന്നെ ക്യാമറയിലെ റെക്കോർഡിംഗ് ആണെന്നുള്ളതാണ്. ഞങ്ങളൊക്കെ തന്നെ പല സ്ഥലത്തും നോക്കുമ്പോൾ ഫോട്ടോയിൽ വരുന്ന ആളുകൾ ദൂരെ നിന്നും തന്നെ മുഖംമൂടിയും മാസ്കും അതേപോലെ തന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് പല വീട്ടിലേക്കും കടകളിലേക്കൊക്കെ കയറാൻ വരുന്നത്. അപ്പോൾ ഒന്ന് ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവരുടെ നടത്തം നോക്കിയിട്ട് വരെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പല പോലീസുകാർ പറയും നടത്തം ഇന്ന ആളുടേതാണ്, അവരുടെ ഹൈറ്റ് ഇന്ന ആളുടേതാണ്, അവരുടെ തടി കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അത്തരത്തിൽ ഇന്ന് എവിടെയും എപ്പോഴും നമ്മുടെ ഒപ്പം ഒരു താങ്ങും തണലുമായിട്ട് നമുക്ക് കൂടെ ഉള്ളത് ഈ CCTV പോലെ സംവിധാനമാണ്. ഒരു നാട്ടിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഏരിയയുടെ പ്രത്യേകത തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഭാഗത്ത് ഫോറസ്റ്റ്, വിജനമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, ഇതിനകത്ത് നിന്ന് കുട്ടികളും വലിയവരുമായിട്ടുള്ള ആളുകൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന അവസരത്തിൽ കുട്ടികളോ പ്രായമുള്ളവരോ സ്ത്രീകളോ ആരാവട്ടെ അതിൻ്റെ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് വളരെ ഒരു പ്രയാസപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ നമ്മൾ ഒരു സംവിധാനം ഒരുക്കുമ്പോൾ ആ നാടിൻ്റെ സുരക്ഷയാണ്. റെസിഡൻസ് അസോസിയേഷൻ പല സ്ഥലങ്ങളുണ്ട്, ഞങ്ങൾ പല പരിപാടികളും പങ്കെടുക്കാറുണ്ട്. പക്ഷേ ആ നാട്ടിന് ഉപകാരപ്പെടുന്ന ഒരു വർഷത്തിൽ അവസാനം കൂടുമ്പോൾ ഒന്ന് കൂടി അവിടെ കുറച്ച് കലാപരിപാടി അവതരിപ്പിച്ചിട്ട് ഭക്ഷണം കഴിച്ച് തിരിഞ്ഞു പോവുക. CCTV ന്യൂസ് തളി. വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികളുടെ കഴിവുകൾക്കും പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ MLAയുടെ എക്സലൻസി അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടാമ്പി നിയമസഭാ മണ്ഡലം തലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമാണ് MLAയുടെ എക്സലൻസ് അവാർഡ് നൽകി വരുന്നത്. ഇത്തവണ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ചടങ്ങ്. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം മാത്രമല്ല, കുട്ടികളുടെ കഴിവിനും പ്രാധാന്യം കൊടുക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥി പഠിക്കുന്ന രീതിയിൽ അധ്യാപകർ പഠിപ്പിക്കണം. തുടർ വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഡിഗ്രിയൊന്നും അല്ല ഇപ്പോൾ വലുത്, കഴിവാണ്, സ്കില്ലാണ് ഇപ്പോൾ വലുതായിട്ട് മാറി വരുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 3D പ്രിന്റിംഗ്, റോബോട്ടിക്, മെഷീൻ ലേണിംഗ് ഇവയെല്ലാം ഇപ്പോൾ വളരെ സ്പീഡിൽ മുന്നേറുകയാണ്. പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നെങ്കിൽ അവൻ പഠിക്കുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ അധ്യാപകന്മാർ തയ്യാറാകണം. തുടർ വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണം. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ രീതിയും സമ്പ്രദായം സ്കില്ലിനാണ് കഴിവ്. അതിനുള്ള ട്രെയിനിങ് ഒക്കെ എടുത്ത് അല്ലാതെ പഴയ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനേക്കാളും ഇപ്പം പുതിയ AI ഒക്കെ വന്നതോടുകൂടി വിദ്യാഭ്യാസത്തിന്റെ രീതിയും സമ്പ്രദായമൊക്കെ മാറി അതിനനുസരിച്ച് നമ്മൾ മാറി വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. എനിക്ക് വേറെ ഒരു കാര്യം കൂടി ഇപ്പം AI അഗ്രികൾച്ചറിലും വന്നിട്ടുണ്ട് കേട്ടോ.
എന്താ ഞാനിപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴും ഇപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ അവാർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ ജയിച്ച കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുമ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോളൂ, എഞ്ചിനീയർ ആകണം, ഡോക്ടറാകണം, ഇല്ലേ, പോലീസാകണം, IAS-കാരനാണോ IPS-കാരനാണെന്ന് ഒക്കെ പറയും കുട്ടികൾ. ഒരാളെങ്കിലും ആരാകണമെന്ന് പറയുക, കൃഷിക്കാരനാകണം പറയുക, ഇല്ലേ? 143 കോടി ജനത്തിന് 3 നേരം ഭക്ഷണം കൊടുക്കുന്നവരാണ്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേമരാജ് മുഖ്യാതിഥിയായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ സജീർക്കൊപ്പം വിശിഷ്ടാതിഥിയായി കവി P. രാമൻ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, നഗരസഭാ കൗൺസിലർ KR നാരായണസ്വാമി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കമ്മുക്കുട്ടി ഇടത്തോൾ, AN നീരജ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മൊമന്റ് വിതരണവും നടത്തി. പെരുന്നാൾ ദിനത്തിൽ ഉമ്മയും മകനും മുങ്ങിത്താണ കൂട്ടക്കടവിലെ ഭാരതപ്പുഴയുടെ പ്രദേശങ്ങളിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. തൂതപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന കൂട്ടക്കടവിൽ നിരവധി മുങ്ങി മരണങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലായി സംഭവിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ പുഴ കാണാനെത്തി പുഴയിൽ മുങ്ങിത്താണ ഉമ്മയെയും 7 വയസ്സുകാരൻ മകനെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് കൂട്ടക്കടവ് സ്വദേശി മുബാറക്കിന്റെ മനോധൈര്യം ഒന്നുമാത്രമാണ്. വിനോദത്തിനായി പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പമോ കുടുംബത്തോടൊപ്പമോ എത്തുന്നവരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. പുഴയുടെ ആഴത്തെക്കുറിച്ചോ അടിയൊഴുക്കിനെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാതെ എത്തുന്നവരാണ് ഭൂരിഭാഗവും. മിക്ക സമയങ്ങളിലും നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലുകളാണ് പല ജീവനുകളെയും രക്ഷപ്പെടുത്തുന്നത്. പുഴയിലെ ഭൂരിഭാഗം കടവുകളിലും മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തത് അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. നിലവിൽ വെള്ളിയാങ്കല്ല് തടയണയുടെ സമീപങ്ങളിൽ മാത്രമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ പുഴയുടെ അപകട മേഖലകളിലേക്ക് ആർക്കും പ്രവേശിക്കാമെന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും A+ വാങ്ങിക്കൊടുക്കുക മാത്രമല്ല, മറിച്ച് എല്ലാ മേഖലയിലും സമഗ്ര പരിശീലനമാണ് എൻലൈറ്റ് തൃത്താല പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. തൃത്താല മണ്ഡലത്തിലെ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന ചടങ്ങ് വാവന്നൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നീന്തൽ പരിശീലനം, സൈക്ലിംഗ്, കരിയർ ഗൈഡൻസ്, ഉപരിപഠന സഹായം, രക്ഷിതാക്കൾക്ക് പരിശീലനം തുടങ്ങിയവ പദ്ധതിക്ക് കീഴിലുണ്ട്. തൃത്താല മണ്ഡലത്തിലെ 15 വിദ്യാലയങ്ങളിൽ 12 വിദ്യാലയങ്ങളും 100% വിജയം നേടി. തൃത്താല ഗ്രാമത്തിന്റെ ഭൗതിക പുരോഗതിക്കൊപ്പം വിദ്യാഭ്യാസ പുരോഗതി കൂടിയാണ് എൻലൈറ്റ് തൃത്താല പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുൻ DGP ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയായി. അമേരിക്കയിലെ ക്ലംസൺ യൂണിവേഴ്സിറ്റി പ്രൊഫസറും ശാസ്ത്രജ്ഞരുടെ അന്താരാഷ്ട്ര സംഘടനയായ ക്രേബ് സൊസൈറ്റിയുടെ ചെയർപേഴ്സണുമായ ഡോക്ടർ ശ്രുതി കുട്ടികളെ അഭിസംബോധന ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായി. എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ K. രാമചന്ദ്രൻ, എൻലൈറ്റ് തൃത്താല പദ്ധതി നിർവാഹക സമിതി അംഗം KC അലി ഇക്ബാൽ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങേയറ്റത്തെ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നവർ തൃത്താലയിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അവരെ കാണുക എന്നത് തന്നെ, അവരുടെ ഒത്തുചേരലിൽ പങ്കെടുക്കുക എന്നത് തന്നെ, അവരെ അഭിനന്ദിക്കാനാവുക എന്നത് തന്നെ വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ വിജയോത്സവം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. മന്ത്രി എന്ന നിലയിൽ, ഉദ്ഘാടകൻ എന്ന നിലയിൽ നീണ്ട പ്രസംഗമൊന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇന്ന് നമുക്ക് 2 വിശിഷ്ട അതിഥികളുണ്ട്. CCTV ന്യൂസ് തൃത്താല. കലാമണ്ഡലവും ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന സ്പിഗ്മ കെ കേരളം എന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയുടെയും നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഒഡീസി നൃത്തരൂപം അവതരിപ്പിച്ചു. ഗോട്ടിപ്പൂവ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒഡീസി നാടോടി നൃത്തരൂപമാണ് അവതരിപ്പിച്ചത്. അന്യം നിന്നു പോകുന്ന കലകളെ പൊതുവേദികളിൽ അവതരിപ്പിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. സ്ത്രീ സൗന്ദര്യത്തെ വെല്ലുന്ന സൗന്ദര്യത്തോടെ ആൺകുട്ടികൾ പെൺവേഷം കെട്ടി മാത്രം കളിക്കുന്ന നൃത്തരൂപമാണിത്. 8 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആൺകുട്ടികളാണ് നൃത്തം അവതരിപ്പിക്കുക. ഒരു കാലത്ത് ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ദേവദാസി നൃത്തം സ്ത്രീകൾ ചെയ്തിരുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം വിലക്കുവന്നതോടെ
ആൺകുട്ടികൾ മാത്രം നൃത്തം ദേവദാസി രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ നാടോടി നൃത്തരൂപം ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് കോർഡിനേറ്റർ ഉണ്ണിവാര്യർ കോട്ടക്കൽ പറഞ്ഞു. പിന്നെ വരാമെന്ന്. അപ്പോൾ അതേപോലെ ഞങ്ങളിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒറീസയിലത്തെ ഒരു നാടോടി നൃത്തരൂപമാണ്. അന്ന് ചൗ എന്നുള്ളത് ബംഗാളിലത്തെ ആയിരുന്നു അല്ലേ. ഇത് അതിൻ്റെ ഇപ്പുറത്തെ അടുത്ത സ്റ്റേറ്റായ ഒറീസ എന്നാണ്. ഗോട്ടിപ്പുവ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. എന്താണ് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അത് ഒറിയ വാക്കാണ്. ഗോട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന്, പൂവ എന്ന് പറഞ്ഞാൽ കുട്ടി. അപ്പോൾ ഒരു കുട്ടി ചെയ്തു വന്നിരുന്ന ഒരു നൃത്തരൂപമായിരുന്നു അത്ര ഇത്. ഇപ്പോൾ അത് ഒന്നിൽ കൂടുതലായി. ഒറീസയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്, അറിയാവോ ഏതാന്ന്? നമ്മുടെ ഗുരുവായൂരിനെയൊക്കെ പോലെ. ചടങ്ങിൽ നൃത്താധ്യാപികയായ വിജയ് സാഹുവിനെയും നൃത്തം അവതരിപ്പിച്ചവരെയും കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ മൊമെന്റോ നൽകി ആദരിച്ചു. CCTV ന്യൂസ് തളി. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വിളയൂർ എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളുടെ ആഗ്രഹ സാഫല്യത്തിനൊരുങ്ങി പട്ടാമ്പി ലയൺസ് ക്ലബ്. കുട്ടികൾക്ക് ആകാശയാത്രയും വന്ദേഭാരത് ട്രെയിൻ യാത്രയുമാണ് ഒരുക്കുന്നതെന്ന് ലയൺസ് ക്ലബ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആഗ്രഹപ്രകാരമാണ് ആകാശയാത്രയും വന്ദേഭാരത് ട്രെയിൻ യാത്രയും പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുക്കുന്നത്. ജൂൺ 26-ന് രാവിലെ 10:55-ന് നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് വിമാനയാത്ര. തിരുവനന്തപുരത്തെ വിവിധ കാഴ്ചകൾ കണ്ട് തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം 4 മണിക്ക് ഷൊർണൂരിലേക്ക് വന്ദേഭാരത് ട്രെയിൻ മടക്കയാത്രയും. രാത്രി 8 മണിയോടെ ഷൊർണൂരിലെത്തും. സൈറ്റ് ഫോർ കിഡ്സ് ജില്ലാതല പദ്ധതിയുടെ ഉദ്ഘാടനം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്നപ്പോഴാണ് വിദ്യാർത്ഥികൾ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനക്കാരനെയും പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജിനെയും തങ്ങളുടെ യാത്രാ ആഗ്രഹത്തെക്കുറിച്ച് അറിയിച്ചത്. ഡിസ്ട്രിക്റ്റിന്റെ സഹകരണത്തോടെ ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BRCയുമായിട്ട് സംയുക്തമായി സംഘടിപ്പിച്ച SFK സൈറ്റ് ഫോർ കിഡ്സ് എന്ന ഒരു പ്രോഗ്രാം എടപ്പലം യത്തീംഖാന സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി. അന്നേ ദിവസം ലയൺസ് ക്ലബ് ഓഫ് ഇൻ്റർനാഷണലിൻ്റെ 3180യുടെ പ്രിയങ്കരനായ നേതാവ് ടോണി ഏനൂക്കാരൻ ആ വേദിയിൽ പങ്കെടുക്കുകയും ആ സമയത്ത് അവിടെ പങ്കെടുത്ത ഭിന്നശേഷിക്കാരായ കുറച്ച് കുട്ടികളും അതേപോലെ അവിടുത്തെ ടീച്ചേഴ്സും അവരുടെ ചിരകാല സ്വപ്നമായ ഒരു ആകാശയാത്രയെക്കുറിച്ച് ഡിസ്ട്രിക്ട് ഗവർണറുമായിട്ട് സംസാരിക്കുകയും അവർക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് പട്ടാമ്പി ലയൺസ് ക്ലബിൻ്റെ ഒഫീഷ്യൽ വിസിറ്റിനായി ഗവർണർ എത്തിയ സമയത്ത് ഈ യാത്രക്ക് അനുവാദം നൽകുകയും അതോടൊപ്പം അതിനു വേണ്ട സൗകര്യങ്ങൾ നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ വരുന്ന 26-ാം തീയതി ബുധനാഴ്ച എടപ്പലം യത്തീംഖാന സ്കൂളിലെ 15 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരോടൊപ്പം 3 ടീച്ചേഴ്സിനും പട്ടാമ്പി ലയൺസ് ക്ലബിൻ്റെ പ്രതിനിധികളായി 3 പേരും അടങ്ങുന്ന 21 പേർക്ക് ആകാശയാത്രയും അതേപോലെ തന്നെ
വന്ദേ ഭാരത് യാത്രയും സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി ലയൺസ് ക്ലബ്ബിൽ നിന്നും പ്രസിഡന്റ് കെ മനോജ്, ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഇർഷാദ്, ടൂർ കോർഡിനേറ്റർ കെ ജയകൃഷ്ണൻ എന്നിവരും കുട്ടികളെ യാത്രയിൽ അനുഗമിക്കുന്നുണ്ട്. സ്കൂളിലെ 15ഓളം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് യാത്രയിൽ പങ്കെടുക്കുകയെന്നും ഇവർ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി, അതുപോലെ ആർക്കൊക്കെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം കഴിയുന്ന വിധം പൂർത്തീകരിച്ചു കൊണ്ടുപോകാൻ സേവനത്തിൻ്റെ പാതയിൽ പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് വിദ്യാലയങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെൻറ് ഇതര വിദ്യാലയങ്ങളായിക്കോട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും കുട്ടികളുടെ പഠനം, വായനാശീലം തുടങ്ങിയ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെയധികം പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് പട്ടാമ്പി പ്രസിഡന്റ് കെ മനോജ്, ലയൺസ് ക്ലബിന്റെ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് കോർഡിനേറ്റർ ഇർഷാദ്, സുധർമ്മ ഇർഷാദ്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഇ കെ ബാബു, ടൂർ കോർഡിനേറ്റർ കെ ജയകൃഷ്ണൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, ഹ്യൂമാനിറ്റേറിയൻ സർവീസിന്റെ ഇന്റർനാഷണൽ പ്രൊജക്റ്റിന്റെ ഈ 3 ജില്ലകളിലെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കൂടിയായ ലയൺ ഇർഷാദ് അഹമ്മദ് മൂസയുടെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ തന്നെ എൻ്റെ ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഒരു ലയൺസ് ക്ലബ്ബ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ നമ്മളെ എല്ലാ സ്കൂളുകളിലും മസ്റ്ററുള്ള അവരുടെ പേരുകൾ ഉണ്ടെങ്കിൽ കൂടി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ സ്കൂളുകൾ മസ്റ്ററുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ കുട്ടികൾക്ക് പുറത്തെ ഒരു ലോകം സ്വപ്നം കാണാൻ കൂടി കഴിയാത്തൊരവസ്ഥയിലാണ് പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് അവർക്ക് വേണ്ടിയുള്ള ഒരു ആകാശയാത്രയും ഇന്ന് കേരളം മുഴുവൻ ചർച്ചയായിട്ടുള്ള, കേരളം മുഴുവൻ ഫുൾ സ്ക്രീനിൽ കാണുന്ന വന്ദേ ഭാരത് എന്ന സ്വപ്ന സുരഭിലമായ ഒരു യാത്രയാണ് വന്ദേ ഭാരതിൽ നമുക്കറിയാം. ലഹരിയുടെ വിപത്തിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം സ്പോർട്സ് ആണെന്ന് മന്ത്രി എം പി രാജേഷ്. ചാലിശ്ശേരിയിൽ തൃത്താല മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. GLP സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു. സ്പോർട്സ് ജീവിതശൈലി രോഗത്തിനു പുറമെ ലഹരിയുടെ വിപത്തിനെ ചെറുക്കാനുള്ള മറുമരുന്നാണെന്നും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഇത് പരീക്ഷിച്ച് വിജയം നേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കായിക അവബോധവും കായിക സംസ്കാരവും നിറഞ്ഞ ഗ്രാമമാണ് ചാലിശ്ശേരിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും സ്ഥലം ലഭ്യമാക്കിയാൽ ഓപ്പൺ ജിം സ്ഥാപിക്കുമെന്നത്. ഇതിന്റെ ഭാഗമായാണ് തൃത്താല മണ്ഡലത്തിൽ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം ചാലിശ്ശേരി അങ്ങാടി GCC ക്ലബിന് സമീപം ആരംഭിച്ചത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷവും കായിക വകുപ്പിൽ നിന്ന് 10 ലക്ഷവും ഉപയോഗിച്ചാണ് ജിംനേഷ്യം പണി പൂർത്തീകരിച്ചത്. അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ടും സ്പോർട്സ് വകുപ്പിന്റെ ഫണ്ടും സംയുക്തമായി ഉപയോഗിച്ച് നിർമ്മിച്ച തൃത്താല മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിം ചാലിശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഒരു മടിയും കൂടാതെ വിട്ടുതന്നു എന്നത്. ഇതിനാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത്. സാധാരണ അങ്ങനെയൊക്കെ പ്രസംഗത്തിൽ എല്ലാവരും പറയാറുണ്ട്, പ്രവൃത്തി വരുമ്പോൾ അതിപ്പോൾ അങ്ങനെ MLA ഇടപെടൽ വരണം എന്നാണ് ചിലരൊക്കെ ചിന്തിക്കുക. പക്ഷെ അങ്ങനെ ഒരു സമീപനം ഉണ്ടായില്ല എന്നത് നല്ല സഹകരണം, ഈ കാര്യത്തിലെല്ലാം പൊതുവിൽ സഹകരണം കിട്ടാറുണ്ട്. പഞ്ചായത്ത് 2500 ചതുരശ്ര അടി സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. ഗ്രാമത്തിലെ സ്ത്രീ പുരുഷ ഭേദമന്യേയുള്ള ജനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും സൗജന്യമായി വ്യായാമം ചെയ്യാൻ സാധിക്കും. ഇതിനായി 17ഓളം ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിനെത്തിയ മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും വാദ്യമേളങ്ങളോടെ അറക്കൽ സെന്ററിൽ നിന്ന് സദസ്സിലേക്ക് ആനയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായി. കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ I അച്ചു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, ഹുസൈൻ പൊളിയഞ്ഞാലിൽ, നിഷ അജിത് കുമാർ, PV രജീഷ്, GCC ക്ലബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വ്യാപാരി പ്രതിനിധികളും പങ്കെടുത്തു സംസാരിച്ചു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന് പണം നൽകാത്തതിൽ ഞാറ്റടി നശിപ്പിച്ച് കർഷക പ്രതിഷേധം. ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി, കോതമംഗലം എന്നീ പാടശേഖരത്തിലെ 20ഓളം കർഷകരാണ് ഞാറ്റടി നശിപ്പിച്ച് പ്രതിഷേധിച്ചത്. 20 ഏക്കറിലേക്ക് ആവശ്യമായ ഞാറ്റടികളാണ് കർഷകർ പ്രതിഷേധത്തിന്റെ ഭാഗമായി നശിപ്പിച്ചത്.
1 വർഷം മുമ്പ് സംഭരിച്ച നെല്ലിന്റെ വില നാളിതുവരെയായിട്ടും കർഷകർക്ക് നൽകാൻ സപ്ലൈകോ തയ്യാറായിട്ടില്ല എന്ന് പണം നൽകുമെന്ന കാര്യത്തിലും വ്യക്തമായ മറുപടി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ പാടശേഖരത്തിലെ വിരിപ്പ് കൃഷിയും മുണ്ടകൻ കൃഷിയും ഉപേക്ഷിക്കുകയാണെന്നും കർഷകർ പറഞ്ഞു. കടം വാങ്ങിയാണ് കൃഷി ഇറക്കിയതെന്നും തങ്ങളുടെ ഗതികേട് മൂലമാണ് കൃഷി നശിപ്പിക്കുന്നതെന്നും കർഷകർ പറഞ്ഞു. പാഴ്ചെടികൾ നശിപ്പിക്കുന്നതിനുള്ള കളനാശിനി തളിച്ചാണ് കർഷകർ തങ്ങളുടെ ഞാറ്റടികൾ നശിപ്പിച്ചത്. കയറ്റി വിട്ടു ഫെബ്രുവരി ലാസ്റ്റായിട്ട്. ഇതുവരെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ അന്ന് ട്രാക്ടർ പൂട്ടിയ ആൾക്കാർ, പിന്നെ വളം വാങ്ങിയ കടക്കാർ, ഇവരെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക നമ്മളെന്നെ പൈസ കൊണ്ടായോ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ കൃഷി ഇറക്കാനുള്ളൊരു എത്രയായാലും ഞങ്ങൾക്ക് കൃഷിയല്ലാണ്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. വേറെ ഒരു ജീവിതത്തിന് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ കൃഷി ചെയ്യുക തന്നെ ഉള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ വീണ്ടും എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇറങ്ങിയപ്പോൾ ഇതുവരെയും ഒരു പ്രതീക്ഷയും കാണാനില്ല, ഇതും കാണാനില്ല. കാരണം എനിക്ക് കൃഷിയുള്ളത് ഇപ്രാവശ്യം എല്ലാം മുണ്ടകോ ഞാൻ ചെയ്യുള്ളതാണ്. ഇപ്രാവശ്യം അത് ഞാൻ ഒഴിവാക്കി തീരെ. ഞാൻ നെല്ലിൻ്റെ കാശ് ഇതുവരെ കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് മുന്നോട്ട് അടുത്ത കൃഷി ഇറക്കാൻ പറ്റുള്ളൂ. അത്രയും എനിക്ക് പറയാം. SDPI വരവൂർ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് നിർവഹിച്ചു. SDPI വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സൈനു തളി, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മുസ്തഫ പാറപ്പുറം എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി കൊടുമുണ്ടയിൽ വെൽഫെയർ പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ശിലാസ്ഥാപനം നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ടയിൽ 5 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ വീടുകളുടെ ശിലാസ്ഥാപനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിച്ചു. കുന്നത്തൊടി അയൂബ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് 4 കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇതോടൊപ്പം ചേർന്ന് കിടക്കുന്ന മറ്റൊരു കുടുംബത്തിനുള്ള വീടും വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നുണ്ട്. കോളനികളിൽ കഴിയുന്ന ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരായ വിവേചനവും അടിമത്ത ചാപ്പയും അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ സ്ഥാനമൊഴിയുമ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ച കോളനികളുടെ പേരുമാറ്റം എന്നത് സ്വാഗതാർഹമാണെന്ന് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കവേ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സൂചിപ്പിച്ചു. കോളനികളുടെ നവീകരണത്തിന് സർക്കാർ സമഗ്ര പദ്ധതി ഉണ്ടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ അവറുകൾ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ കോളനികൾ എന്നിനി പറയേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു. വെൽഫെയർ പാർട്ടി ആ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പേര് മാറ്റിയത് കൊണ്ട് മാത്രം തീരുന്നതല്ല ഇവിടുത്തെ സാധാരണക്കാരായ ഈ മനുഷ്യരുടെ ദുരിതങ്ങളെന്ന് കേരളത്തിലെ ഗവൺമെന്റ് മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ കോളനികളിൽ എല്ലാ നിലയിലും വിവേചനം അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ സൃഷ്ടിച്ചത് മാറി മാറി കേരളം ഭരിച്ച ഗവൺമെന്റുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുതരം വിവേചനം അനുഭവിച്ചുകൊണ്ടാണ് ഈ കോളനികളിൽ സാധാരണക്കാരായ മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് കുടിവെള്ള സൗകര്യമില്ല, വിദ്യാഭ്യാസ സൗകര്യമില്ല. പ്രിയപ്പെട്ടവർ മരണപ്പെട്ടുപോയാൽ മൃതദേഹം എവിടെയാണ് അടക്കം ചെയ്യേണ്ടത് എന്നറിയാതെ ഇന്നലെ വരെ കപ്പയും ചമ്മന്തിയും ഉണ്ടാക്കി കഴിച്ച അടുക്കളയുടെ ഓല ചുമരുകൾ പൊളിച്ച് അവിടങ്ങളിൽ മൃതദേഹമടക്കാൻ കുഴിയെടുക്കേണ്ട ഗതികേടിന്റെ പേരാണ് കേരളത്തിന്റെ ഭൂപരിഷ്കരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കോളനികൾ സൃഷ്ടിച്ചത് ഇവിടുത്തെ ഇടത് വലത് ഭരണകൂടങ്ങളാണ്. CPM-ന് പങ്കുണ്ട്. അതുകൊണ്ട് പേര് മാത്രം മാറ്റി പിരിഞ്ഞുപോയാൽ പോരാ. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PS അബു ഫൈസൽ അധ്യക്ഷനായിരുന്നു. കൊടുമുണ്ട ഗേറ്റിൽ വെൽഫെയർ പോയിന്റ് സേവന കേന്ദ്രവും പൊതുസമ്മേളനവും ഇതിന്റെ ഭാഗമായി നടന്നു. സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനസേവന വകുപ്പ് കൺവീനർ സാദിഖ് ഉള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി റിയാസ് ഖാലിദ്, മുതുല ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ അമീറ മുസ്തഫ, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷമീർ മനക്കത്തോടി, പട്ടാമ്പി നഗരസഭാ കൗൺസിലർ റസ്ന, KV നാസർ, KA മുസ്തഫ, മൊയ്തീൻകുട്ടി, റഷീദ് പെരുമുടിയൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താലയിൽ INTUC-യുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. INTUC തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് സമ്മേളനവും അനുമോദന സദസ്സും ഒരുക്കിയത്. KP സുബ്രഹ്മണ്യൻ, P കൃഷ്ണൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. SSLC+2 ഉന്നത വിജയികൾക്കായിരുന്നു അനുമോദനം.
KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ നിർണായകമായ ഒരു വിഭാഗമായിരുന്നു പ്രത്യേകിച്ച് ചുമട്ട് തൊഴിലാളി മേഖലയിലുള്ള തൊഴിൽ. ഇന്ന് അതിലെ പുതിയ പുതിയ നിയമങ്ങളും കോടതി വിധികളൊക്കെ വന്നിട്ട് അവരുടെ തൊഴിൽ സാധ്യതകളൊക്കെ വലിയ രീതിയിൽ ഇന്ന് കുറവ് സംഭവിച്ചിരിക്കുകയാണ്. ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. നമുക്ക് കൃത്യമായി അവരുടെ ക്ഷേമനിധിയിൽ അടയ്ക്കാൻ പോലും സാധിക്കാതെ പലരും ഇടയ്ക്ക് വെച്ച ക്ഷേമനിധിയിൽ നിന്നൊക്കെ പിരിഞ്ഞുപോയ പല ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോൾ പലർക്കും ആനുകൂല്യം കിട്ടാത്ത പല തൊഴിലാളികളും ഇന്നുണ്ട്. തത്താലയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ക്ഷേമനിധിയിൽ അവരുടെ ഫീസ് അടയ്ക്കുന്ന ഒരു യൂണിറ്റാണ്. അതുകൊണ്ട് അവർക്കൊരു ചെറിയ രീതിയിലുള്ള സഹായം സർക്കാരിൽ നിന്ന് കിട്ടുന്നത് എപ്പോൾ കിട്ടുമെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കാരണം പെൻഷനും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ മുടങ്ങിയിട്ട് കാലം കുറയായി. അതൊന്നും കൃത്യമായി കൊടുക്കുന്നില്ല. ഏറ്റവും അടിസ്ഥാനപരമായ തൊഴിലാളികൾക്ക് പോലും തങ്ങളുടെ തൊഴിലിൽ നിന്ന് വിരമിക്കുമ്പോൾ തങ്ങൾക്ക് ന്യായമായും അർഹമായും നിയമപരമായും ലഭിക്കേണ്ട തൊഴിൽ പോലും കിട്ടാത്ത, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും കിട്ടാത്ത ഒരവസ്ഥയിലുള്ള ഒരു ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അലി പൂവത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു. TP മണികണ്ഠൻ, V അബ്ദുള്ളക്കുട്ടി, P ബാലൻ, K ഷംസുദ്ദീൻ, PP കബീർ, N മുരളീധരൻ, PM മോഹൻദാസ്, O ഫാറൂഖ്, V ഇബ്രാഹിംകുട്ടി, K ഹബീബ്, VP അഷറഫ്, VP സുബ്രഹ്മണ്യൻ, P കൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കുള്ള ആദരവും ചടങ്ങിൽ നൽകി. തളി നെഹ്റു സ്മാരക വായനശാലയുടെയും ഭാരത് സർക്കാർ സ്ഥാപനമായ തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ ട്രെയിനിംഗ് ക്ലാസ് നടത്തി. വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം TM ബീവാത്തുകുട്ടി ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി CK വിനോദ് അധ്യക്ഷനായിരുന്നു. യോഗ ഇൻസ്ട്രക്ടർ U കവിതാലക്ഷ്മി ക്ലാസ് എടുത്തു. VR രശ്മി സ്വാഗതവും ലൈബ്രറിയൻ C ഗീത നന്ദിയും പറഞ്ഞു. പങ്കെടുത്തവർക്ക് നെഹ്റു യുവകേന്ദ്ര നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തളി ANM MUP സ്കൂളിൽ വായനാ വാരത്തിന് തുടക്കമായി. ജൂൺ 19 വായനാ ദിനത്തിന് വായനാ ദിന പ്രതിജ്ഞ, വായനാ ദിന സന്ദേശം, പുസ്തക പരിചയം, വായനാ വാരം, വിളംബര ജാഥ എന്നീ പരിപാടികൾ നടന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരാധ്യ വർമ്മ CK എഴുതിയ 24 കുഞ്ഞിക്കവിതകൾ കുന്നിക്കുരു സ്കൂൾ ലൈബ്രറിയിലേക്ക് സമർപ്പിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.